കാണുമ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന ഒരു മാനസികാവസ്ഥ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് അഭിലാഷ്? സ്മൃതി, അതിവൈകാരികമായ മാനസികാവസ്ഥയാണ്. കാരണം അർജുൻ്റെ വീട്ടിലെ ഒരംഗം പോലെ നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അർജുനെ കണ്ടെത്തുക എന്നുള്ളത്, നമ്മൾ രണ്ടാം ഘട്ട ദൗത്യം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിൽ ഇനി ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുകയും പലരോടും അതിനുള്ള ശ്രമം നടത്തുകയും കൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ആഴ്ച ഈ ദൗത്യം പുനരാരംഭിക്കുന്ന ആ ഘട്ടത്തിൽ, അതായത് ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് വരുന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഡ്രഡ്ജറിൻ്റെ ഒപ്പമുള്ള യാത്ര ആരംഭിച്ചത്. ഓരോ ദിവസം, ഓരോ മിനിറ്റ് വൈകുമ്പോൾ പോലും നമ്മൾ അതിനെതിരെ ശബ്ദിക്കുകയും, കാരണം ഈ അർജുനെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് നേരെയെങ്കിലും അദ്ദേഹത്തെ മുകളിലെത്തിക്കാനുള്ള, ഈ പുഴയ്ക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമം നമ്മുടെ